ഹരിയാനയിൽ നിന്ന് സിബി കൂടി ചേരുന്നു. സിബി, ഹരിയാനയിൽ 10 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. എങ്ങനെയാണ് അവിടുത്തെ പോളിംഗ് പുരോഗമിക്കുന്നത്? ഷമ്മി, ഹരിയാനയിൽ 10 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. എന്തായാലും രാവിലെ 7 മണി മുതൽ വലിയ ക്യൂ തന്നെയാണ് നമുക്ക് ബൂത്തുകളിൽ കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഹരിയാനയിലെ ഒരു VIP മണ്ഡലമായ രോഹ്തക്കിലാണ്. രോഹ്തക്കിൽ നമുക്കറിയാം, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മുഖവും മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ മകൻ ദീപേന്ദർ സിംഗ് ഹൂഡ മത്സരിക്കുന്ന മണ്ഡലമാണ്. മാത്രമല്ല, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ബൂത്ത് ഇത് സാംഗിഗാവാണ്. സാംഗിഗാവിലെ ഈ ഒരു ഇലക്ഷൻ ബൂത്തിലാണ് ഭൂപീന്ദർ സിംഗ് ഹൂഡയും അതോടൊപ്പം തന്നെ ദീപേന്ദർ സിംഗും കുടുംബവും എല്ലാം തന്നെയും ഇവിടെ വോട്ട് ചെയ്യാൻ എത്തും. അല്പസമയത്തിനൊക്കെ തന്നെ അവർ എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ പോളിംഗ് ബൂത്തിൽ വളരെ വലിയ തിരക്ക് നമുക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നത് കാണാം. പ്രത്യേകിച്ച് കനത്ത ചൂടാണ്. കനത്ത ചൂടിൻ്റെ ഒരു അവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത ചൂടാകൊണ്ട് തന്നെ ഒരുപക്ഷെ രാവിലെ ഈ തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു ഒരുക്കത്തിലാണ് വോട്ടർമാർ. 45 മുതൽ 47 ഡിഗ്രി വരെയാണ് അവിടെ ചൂടെന്ന് പറയുന്നത്. ഈ കനത്ത ചൂടിലും വലിയ പ്രചാരണമായിരുന്നു കഴിഞ്ഞ 2-3 മാസക്കാലമായി ഹരിയാനയിൽ നടത്തിയത്. പ്രത്യേകിച്ച് കോൺഗ്രസും BJPയും എല്ലാം നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സംസ്ഥാനമാണ്. കോൺഗ്രസ് ഇവിടെ ആം ആദ്മി പാർട്ടിയുമായി സഹകരിച്ചുകൊണ്ട് ഈ തവണ 10 സീറ്റിൽ ഒരു സീറ്റിൽ കുരുക്ഷേത്ര സീറ്റിൽ ആം ആദ്മി പാർട്ടിയും മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇന്ത്യ സഖ്യമായിട്ട് കൂടിയാണ് ഈ തവണ കോൺഗ്രസ് മത്സരിക്കുന്നത്. മാത്രമല്ല, കർഷക രോഷം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ഏറെ ക്യാമ്പയിൻ നടത്തുകയും ഏറെ പുകയുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന. ഹരിയാനയിൽ ഭൂരിഭാഗവും കർഷകരാണ്. അത്തരത്തിൽ ഈ കർഷക സമരങ്ങൾക്കെല്ലാം തന്നെയും ഒരു തുടക്കം കുറിക്കുന്നതും ഹരിയാനയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ കർഷക രോഷം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് BJPയെ സംബന്ധിച്ച് ഇത്തവണ വളരെ വലിയ ആശങ്കയിലാണ്. 2019-ൽ വലിയ രീതിയിൽ 10 സീറ്റിലും വിജയിച്ചെങ്കിൽ ഈ തവണ ആ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല BJPയെ കാത്തിരിക്കുന്നത്. അത് വലിയ വെല്ലുവിളിയാണ്. പ്രചരണ ഘട്ടത്തിൽ പോലും വലിയ പ്രതിഷേധങ്ങൾ BJP സ്ഥാനാർത്ഥികൾക്ക് നേരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. പലയിടത്തും ഈ കർഷക ഗ്രാമങ്ങളിൽ ഇത്തരത്തിൽ BJPയുടെ സ്ഥാനാർത്ഥികളെ, പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രിയായ മനോഹർ ലാൽ ഖട്ടറിനടക്കമല്ല അതിനെ തടഞ്ഞു വയ്ക്കുന്ന സാഹചര്യം തന്നെ ഹരിയാനയിൽ ഉണ്ടായി. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ വെല്ലുവിളി BJPയെ സംബന്ധിച്ച് ഇത്തവണയുണ്ട്. ഇതെല്ലാം തന്നെ ഒരു രാഷ്ട്രീയമായ അനുകൂല സാഹചര്യമാകുമെന്ന് കോൺഗ്രസും പ്രതീക്ഷിക്കുകയാണ്. അവിടെ കൂടാതെ അഗ്നിവീർ പദ്ധതി പോലുള്ള പദ്ധതിയെല്ലാം തന്നെയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. ഈ ഹരിയാനയിലെ ഓരോ ഗാവുകളിൽ പോലും അല്ലെങ്കിൽ ഓരോ ഗ്രാമങ്ങളിൽ പോലും 50-60-ലധികം പട്ടാളക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അഗ്നിവീർ പദ്ധതിയെല്ലാം തന്നെയും വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും അതിനെതിരെ വലിയൊരു വികാരം ഇവിടെ ഉണ്ട്. അതുകൂടാതെ ഗുസ്തിയുടെ ഒരു നാട് കൂടിയാണ്. അങ്ങനെ എല്ലാ രീതിക്കും നോക്കുമ്പോൾ വലിയ രീതിയിൽ ജനകീയ വിഷയങ്ങൾ തന്നെയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന. വലിയ ഒരു പ്രചരണമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ആ ഒരു പ്രചരണത്തിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ രാവിലെ വലിയ രീതിയിൽ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. എന്തായാലും ഇതുവരെ 8.31% ഈ ഒരു 9 മണിവരെയുള്ള കണക്ക്. ഇനിയും ഒട്ടേറെ ഇനിയും ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തൊക്കെ തന്നെ മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയും അദ്ദേഹത്തിൻ്റെ മകൻ ദീപേന്ദർ സിംഗ് ഹൂഡയും, അദ്ദേഹമാണ് ഇവിടുത്തെ കാൻഡിഡേറ്റ്, അദ്ദേഹവും ഇവിടെ എത്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും ഹരിയാനയിലും പോളിംഗ് വളരെ വലിയ ഉജ്ജ്വലമായ രീതിയിൽ ഇപ്പോൾ രാവിലെ തുടർന്നിരിക്കുന്നു. വളരെ വലിയ ചൂടായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ചയോടുകൂടി തന്നെ ഈ പോളിംഗിന് പദ്ധതിയാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഷമ്മി, സിബി തന്നെ അവിടെ ഒരുപാട് തവണ പോവുകയും അവിടുത്തെ സാഹചര്യങ്ങൾ പരമാവധി ഗ്രൗണ്ട് ലെവലിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുകയും ചെയ്തതാണ്. നമുക്കറിയാം, കർഷക സമരം വരുന്ന സമയത്ത് അതിനെ അതിക്രൂരമായിട്ടാണ് മോദി സർക്കാർ നേരിട്ടത്. ദില്ലിയുടെ ഭാഗത്തേക്ക് പോലും പ്രവേശിക്കാൻ സമ്മതിക്കാത്തൊരു സാഹചര്യം. അതുമാത്രമല്ല, ഹരിയാനയിൽ പോലീസ് ഈ സമരം അടിച്ചമർത്തുന്നതിന് വേണ്ടി പരമാവധി ശ്രമിച്ചു. കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കില്ല എന്നൊരു നിലപാടിലേക്ക് നരേന്ദ്രമോദി സർക്കാർ എത്തി. അതിനെ പിന്തുണയ്ക്കുന്ന നിലപാട് ഹരിയാന സർക്കാരും സ്വീകരിച്ചു. ആ ഒരു സാഹചര്യത്തിൽ ജനരോഷം, കർഷകരോഷം ഒക്കെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം നമ്മൾ ഇവിടെ ഒരു 2-3 ദിവസമായി ഹരിയാനയിലുണ്ട്. നിരവധി മണ്ഡലങ്ങളിൽ നമ്മൾ പോയി, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു. ഈ ജാട്ടി വിഭാഗങ്ങളുടെയും രജപുത്ര സമുദായങ്ങളുടെയെല്ലാം തന്നെ ഗ്രാമങ്ങളിലൂടെ നമ്മൾ പോയി. അവിടെ എല്ലാം തന്നെയും കർഷകരുമായി നേരിട്ട് സംസാരിച്ചു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും BJPക്കെതിരായ ഒരു വലിയ ഒരു തരംഗം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ജാട്ട് വിഭാഗമെല്ലാം തന്നെയും വളരെ വലിയ അതൃപ്തിയിലാണ്. ഈ കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവില വേണമെന്നുള്ള ആഗ്രഹമെല്ലാം തന്നെയും അല്ലെങ്കിൽ അത്തരത്തിലൊരു വാഗ്ദാനം മോദി ഇതുവരെയും
പാലിച്ചിട്ടില്ല. മാത്രമല്ല ഈ ദില്ലി ചലോ മാർച്ച് ആരംഭിക്കുന്നത് തന്നെ ഹരിയാന പഞ്ചാബ് അതിർത്തികളിൽ നിന്നാണ്. ഇപ്പോൾ അവിടെയെല്ലാം തന്നെയും നമുക്കറിയാം വലിയ ബാരിക്കേഡുകളും മുള്ളുവേലികളും ഇരുമ്പാണികളും എല്ലാം തന്നെ വെച്ചുകൊണ്ട് വലിയ രീതിയിലൊരു പ്രതിരോധമായിരുന്നു കേന്ദ്ര സർക്കാർ തീർത്തത്. എന്തായാലും ആ ഒരു പ്രതികാരം അല്ലെങ്കിൽ അതിനെതിരായ ഒരു രാഷ്ട്രീയമായ പ്രതികാരം വോട്ടെടുപ്പിലൂടെ ഞങ്ങൾ നടത്തുമെന്നുള്ളൊരു പ്രഖ്യാപനമാണ് കിസാൻ സഭയും കിസാൻ മോർച്ചയും എല്ലാം നിലയും ഇത്തരത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും പല കർഷക ഗ്രാമങ്ങളിലും BJP സ്ഥാനാർത്ഥികൾക്ക് പോലും പ്രചരണത്തിലെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അമിത്ഷായുടെ പല റാലികളും മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ BJPക്ക് എതിരായ ഒരു വികാരം ഈ ഒരു ഘട്ടത്തിൽ ഉണ്ട് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് 2019 രാഷ്ട്രീയ സാഹചര്യം വരെയായിരുന്നു. പുൽവാമ ആക്രമണമെല്ലാം തന്നെയും വളരെ വലിയ രീതിയിൽ ഇവിടെ പ്രകടമായിരുന്നു. ആ പുൽവാമ ആക്രമണത്തെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി ഉപയോഗിച്ചത് BJP നരേന്ദ്രമോദിയുമാണ്. അത് ഇവിടെ നേട്ടമുണ്ടാക്കാൻ BJPക്ക് സഹായകരമായി. പക്ഷേ അഗ്നിവീർ പദ്ധതി വരുമ്പോൾ അത് വളരെ വലിയൊരു തിരിച്ചടിയിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് അഗ്നിവീർ പദ്ധതിയെല്ലാം തന്നെ യുവാക്കളുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ ബാധിക്കുന്നതും പ്രത്യേകിച്ച് യുവാക്കളുടെ തൊഴിലില്ലാത്ത രീതിയിലേക്ക് അവരുടെ കാര്യങ്ങൾ പോകുന്ന രീതിയിലേക്കാണ് ഈ അഗ്നിവീർ പദ്ധതി എന്നെല്ലാം തന്നെയും ഇവർ കഴിഞ്ഞ ദിവസം ഗ്രാമങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മുൻ വിമുക്ത ഭടന്മാരുമായി നമ്മൾ സംസാരിച്ചു. അവരെല്ലാം തന്നെയും പറയുന്നത് ഈ അഗ്നിവീർ പദ്ധതി ഒരിക്കലും യുവാക്കൾക്ക് ആവശ്യമായ ഒന്നല്ല, അവരുടെ ജീവിതം തകർക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് അവരെല്ലാം തന്നെയും അഭിപ്രായം. കൂടാതെ ഗുസ്തികളുടെ നാടാണ്. നിരവധി എല്ലാ ഗ്രാമങ്ങളിലും ഓരോ അക്കാഡകളുണ്ടാവും. അവിടെയെല്ലാം തന്നെ നമുക്കറിയാം സാക്ഷി മാലിക്കിനെയും ബജ്രംഗ് പുനിയെയും എല്ലാം തന്നെ സമ്മാനിച്ച ഒരു നാട് കൂടിയാണ്. സാക്ഷി മാലിക് കണ്ണീരോടെ ഗോദയിൽ നിന്നും വിട പറഞ്ഞ സാഹചര്യമെല്ലാം തന്നെ നമുക്കറിയാം. ഒരു ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ടുണ്ട് ബ്രിജ്ഭൂഷണെതിരെല്ലാം തന്നെയും വളരെ വലിയൊരു വികാരമുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെയും ഒരു BJPക്കെതിരായ വോട്ടായി മാറുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വളരെ വലിയൊരു പ്രചരണം ഇവിടെ നടത്തിയിരുന്നു. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇവർ പറയുന്നത് ഇത്തവണ തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ്.